അപൂർവ രോഗമായിട്ടുള്ള സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച റാഫിയക്ക് വേണ്ടി ഇപ്പോൾ ലോകം കൈകോർക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നും ആളുകൾ റാഫിയെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിലാണ്. ഇവിടെ ഒരു ഡോണർ ക്യാമ്പ് നടക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ഈ സ്റ്റെം സെൽ ഡോണർ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൂലകോശം കണ്ടെത്തുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും അതിന് നിരവധി ദാതാക്കളുടെ രക്തം തന്നെ ശേഖരിക്കേണ്ടി വരും. അതിനുവേണ്ടിയുള്ള ഒരു ക്യാമ്പുകൾ തന്നെയാണ് പല മേഖലകളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ചേരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മുടെ ക്യാമ്പിൽ ഇപ്പോൾ എത്ര ആളുകൾ പങ്കെടുത്തു? നമുക്കിതൊരു ഹെൽപ്ഫുള്ളായി മാറും. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ 11 മണിക്കാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 600ഓളം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇനി മൊത്തം 2000 ആളുകളാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളും കൂടി ക്യാമ്പിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ മഞ്ചേരി പ്രദേശത്ത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുറത്തുള്ള ജില്ലകളും കൂടി ആളുകൾ ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കോൾസുകൾ വന്നു. അതേമാതിരി കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂരിൽ നിന്ന് വരെ ആളുകൾ വരാമെന്നുള്ള രീതിക്ക് നമ്മളോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ തിരൂരിൽ നിന്ന് ഒരു സംഘടന ഞങ്ങളെ സമീപിച്ച് അവർക്ക് അവിടെ ഒരു ക്യാമ്പ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം അതൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ അവിടെ ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതേപോലെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് വഴി സ്വാഭാവികമായിട്ട് നമുക്കിത് കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടല്ലോ. അതെന്താ വെച്ചാൽ നമുക്കിപ്പോൾ റാഫിയാക്കെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ആദ്യപടി എന്നുള്ള റാഫിയാക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്താ വെച്ചാൽ ഇതൊരു ഡാറ്റാബേസ് കളക്ഷൻ കൂടിയാണ്. കാരണം ഇനി ഭാവിയിൽ ഇത് ഇവർക്ക് DKMSന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തത്. കാരണം ഒരുപാട് ഡാറ്റാസ് കിട്ടിക്കാനല്ല. ഇപ്പോൾ മൊത്തം അവരുടെ കയ്യിൽ 6 ലക്ഷത്തോളം ഡാറ്റാസാണ് ഉള്ളത്. അപ്പം കൂടുതൽ ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ നാളെ പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ക്യാമ്പുകൾ ആവശ്യം വരില്ല ഈ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമാന സ്ഥിതി നാളെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റേത് രോഗിയാണെങ്കിലും അവർക്കും സഹായകമാകുന്ന രീതിയിലുള്ള ഒരു ഡാറ്റാബേസ് എന്ന രീതിയിലാണ് ഇവിടെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നത് ഇവിടെയുള്ളൊരു ക്ലബ്ബാണല്ലേ? ഇതിൻ്റെ ക്ലബിൻ്റെ പേര് പ്രതീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മഞ്ചേരി. അതെ 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 ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ വിജയമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് 2000 ഓൺലൈൻ രജിസ്ട്രേഷൻ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 600ഓളം സാബ് ടെസ്റ്റ് കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയും ഉച്ചയ്ക്ക് ശേഷം ഇതിന് കൂടുതൽ വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ, ആളുകൾ നല്ല രീതിയിലാണ് നമ്മളോട് സമീപിക്കുന്നത്. കാരണം കുറേ ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതിലെന്താ വെച്ചാൽ ഈ കണ്ടിന്യൂസ് മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളും വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടുന്ന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആളുകൾ അത്തരത്തിലൊരു രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്യാമ്പും റാഫിക്കൊരു സെക്കൻഡ് ലൈഫ് കൊടുക്കുക എന്നുള്ളത് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആളുകൾ സ്വാഭാവികമായിട്ട് ഇനി ക്യാമ്പ് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇനി എവിടെയായിരിക്കും ക്യാമ്പ്? ഇപ്പോൾ നിലവിൽ തിരൂരുള്ളത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ DKMSുമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അത് ഇതേപോലെ ഔട്ട് ചെയ്യുന്നതാണ് ഡേറ്റും കാര്യങ്ങളും. പങ്കെടുക്കാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് പല രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത്. അത് സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു ഹെൽത്തി ബോഡിയുള്ള ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ സാധാരണ നോർമലി നമ്മളൊരു ബ്ലഡ് കൊടുക്കുകയാണെങ്കിലും ചില ആളുകളിൽ തലകറക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇത് നമുക്കൊരു കുറച്ച് അവേഴ്സുള്ള ഒരു പ്രോസസ്സാണ്. സാധാ ബ്ലഡ് കൊടുക്കുന്നത് ഇത് തന്നെ ഇത് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്താ വെച്ചാൽ ഹെൽത്തി ആയ ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ, അതായത് ഷുഗർ, പ്രഷർ, പിന്നെ ഈ ഹൃദയ സംബന്ധമായ അസുഖമുള്ള മെഡിസിൻ കഴിക്കുന്ന ആളുകൾക്കൊന്നും പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അവർ മഞ്ചേരിയാണ്, ആമിയൂരാണ് സ്വദേശം. ആളിപ്പോൾ ഉള്ളത് UK ഉള്ളതാണ്. നേരത്തെ റാഫിയുടെ ഭർത്താവ് വിദേശത്ത് സംസാരിക്കുന്ന വീഡിയോ സന്ദേശം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. വലിയ ഒരു പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം അവർ നേരിടുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് നിരവധി ആളുകളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. പല ഡോണറുകൾ ഇത്തരത്തിൽ സ്വീകരിച്ച് അത് അനുയോജ്യമായതെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ രോഗത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. റാഫിയെ നമുക്ക് തിരിച്ച് ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ വലിയ സഹായകരമായിട്ട് മാറുന്നു. മഞ്ചേരിയിൽ ആദ്യമായിട്ടൊരു ക്യാമ്പ് ഇന്നിപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വരും ദിവസങ്ങൾ മറ്റിടങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകരൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.